Hi friends, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Oppo A12ന്റെ അൺബോക്സിംഗ് റിവ്യൂ ആണ്. Oppo A12 ഒരു 10000 രൂപ ബഡ്ജറ്റിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു ഡിവൈസ് ആണ്. നമുക്ക് 3GB 32GB വേരിയന്റിന് 10000 രൂപയും 4GB 64GB വേരിയന്റിന് 11500 രൂപയാണ് പ്രൈസ് വരുന്നത്. ഫ്ലിപ്കാർട്ടിലാണ് നമുക്ക് Oppo A12ന്റെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. 4230 mAh ന്റെ ബാറ്ററി, MediaTek Helio P35 പ്രോസസർ, 13 മെഗാപിക്സലിന്റെ ഡുവൽ റിയർ ക്യാമറ, 5 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ഫേസിംഗ് camera, 6.22 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് നമുക്ക് Oppo A12 ലഭിക്കുന്നത്. നമുക്ക് Oppo A12 രണ്ട് കളർ വേരിയൻസിലാണ് നമുക്ക് ലഭിക്കുന്നത്. ബ്ലൂ ആൻഡ് ബ്ലാക്ക് കളർ വേരിയൻസ് ആണ് നമുക്ക് ബൈയിങ് ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ നമുക്കിനി Oppo A12 അൺബോക്സ് ചെയ്യാം. ബോക്സിന്റെ ബാക്ക് സൈഡിൽ 15.79 സെന്റിമീറ്റർ, അതായത് 6.22 ഇഞ്ചിന്റെ HD+ വാട്ടർ ഡ്രോപ്പ് സ്ക്രീൻ, AI ഡുവൽ റിയർ ക്യാമറ, 4230 mAh ബാറ്ററി, AI ഫേസ് അൺലോക്ക്. നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് 3GB 32GB മോഡലാണ്. അപ്പോൾ ഇനി നമുക്ക് ഫോണിൻ്റെ സീലും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് ഫോൺ പുറത്തെടുക്കാം. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷൻ, യൂസർ ഗൈഡ്, ഒരു മീഡിയം ക്വാളിറ്റി മൊബൈൽ കേസും നമുക്ക് ബോക്സിൻ്റെ ഒപ്പം ലഭിക്കുന്നുണ്ട്. ഒരു മീഡിയം സ്റ്റൈലിഷ് ഡിസൈനാണ് നമ്മൾ Oppo A12 കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ഫോണിൻ്റെ താഴെ സ്പീക്കർ, ചാർജിംഗ് പോർട്ട്, ഇയർഫോൺ ജാക്ക്, മൈക്ക് എന്നിവ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിലായിട്ട് പവർ ബട്ടൺ, ബാക്കിൽ ഫിംഗർ പ്രിന്റ് സെൻസർ, ഡുവൽ റിയർ ക്യാമറ, ലെഫ്റ്റ് സൈഡിലാണ് വോളിയം ബട്ടൺസ് വരുന്നത്. ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിധം നല്ല ഡിസൈൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് മൊബൈൽ കേസിനകത്ത് ഇട്ട് നോക്കാം. ഒരുവിധം നല്ല ക്വാളിറ്റി ഉള്ള മൊബൈൽ കേസാണ്, വളരെ കൃത്യമായിട്ട് തന്നെ സൂട്ട് ആവുന്നുണ്ട്. നമുക്ക് ബോക്സിനകത്ത് ഉള്ള മറ്റുള്ള സാധനങ്ങളും കൂടി നോക്കാം. നമുക്കൊരു നോർമൽ ചാർജർ ബ്രേക്ക്, അതുപോലെ തന്നെ USB ചാർജിംഗ് കേബിൾ നമുക്ക് ഒപ്പം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സിം ഇജക്ടർ ടൂളും നമുക്ക് ബോക്സിൻ്റെ ഒപ്പം ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഫോൺ ഓൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് ആണ് നമുക്ക് Oppo A12 കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു സിമ്പിൾ യൂസർ ഇൻ്റർഫേസ് ആണ്, അപ്പോൾ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഫോൺ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഫോണിൻ്റെ അബൌട്ട് ഫോൺ സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ColorOS വേർഷൻ 6.1.2, Android വേർഷൻ 9, RAM 3GB RAM, ഡിവൈസ് സ്റ്റോറേജ് 32GB 18.1GB ആണ് യൂസറിന് അവൈലബിൾ ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് ലെവൽ May 5th ആണ്. നമുക്ക് ആദ്യം തന്നെ ഡിവൈസിൻ്റെ സാർ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് സാർ വാല്യൂ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹെഡ് വെയ്റ്റ് 1.160, ബോഡി വെയ്റ്റ് 0.586. നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസറിൻ്റെ ഫേസ് റെക്കഗ്നീഷൻ്റെ ഒരു എഫക്റ്റീവ്നെസ് നോക്കാം. ഫിംഗർ പ്രിന്റ് സെൻസർ വളരെ പക്കയായിട്ട് തന്നെ Oppo A12 വർക്ക് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ് റെക്കഗ്നീഷൻ ആണെങ്കിലും വളരെ ആക്യുറേറ്റ് ആയിട്ട് തന്നെ Oppo A12 വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇൻബിൽറ്റ് ക്യാമറ ആപ്ലിക്കേഷനിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, പനോരമ, എക്സ്പേർട്ട്, ടൈം ലാപ്സ്, സ്റ്റിക്കേഴ്സ്. ഫ്രണ്ട് ക്യാമറയിലും നമുക്ക് അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, പനോരമ, ടൈം ലാപ്സ്, സ്റ്റിക്കേഴ്സ്. ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് 720p വീഡിയോ, 180p വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. അതുപോലെ തന്നെ റിയർ ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ അവിടെയും നമുക്ക് 180p 720p വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് Oppo A12 ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആണോ ഹൈബ്രിഡ് കാർഡ് സ്ലോട്ട് ആണോ വരുന്നത് നോക്കാം. Oppo A12 ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആണ് വരുന്നത്. നമുക്കപ്പോൾ ഒരേ സമയം 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കൂടുതൽ മെമ്മറി സ്റ്റോറേജ് ആവശ്യമുള്ളവർക്ക് എക്സ്പാൻഡബിൾ മെമ്മറി കാർഡ് യൂസ് ചെയ്ത് സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് Oppo A12ന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ മാത്രമാണ്. നമ്മൾ വരും ദിവസങ്ങളിൽ Oppo A12ന്റെ ഗെയിമിംഗ് റിവ്യൂ, സ്പീഡ് ടെസ്റ്റ്, Pubg ഗെയിമിംഗ്, ബാറ്ററി ടെസ്റ്റ്, ഡ്രെയിനിങ് ടെസ്റ്റ്, മറ്റ് റിവ്യൂസൊക്കെ നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെല്ലാ ആഴ്ചയും നടത്തുന്ന ഗീവകളിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.